യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷയോടെ ഇരിക്കാം, സന്തോഷത്തോടെ ഇരിക്കാം. ദൈവവചനം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മളെല്ലാവരും വെറും പച്ചയായ മനുഷ്യന്മാരാണ്. ദൈവം പ്രയോജനപ്പെടുത്തുന്ന ചില മനുഷ്യർ മാത്രമേ ഉള്ളൂ. നമ്മളിൽ ആരിലും അസാധാരണമായ ഒന്നുമില്ല. നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. എങ്കിലും നമ്മളെയൊക്കെ ദൈവം ഒരു കുടക്കീഴിലെന്ന പോലെ സ്നേഹത്തിലും ഐക്യത്തിലും കൂട്ടായ്മയിലൊക്കെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ്. ഡെയിലി ബ്ലെസ്സിങ്ങും നിയോഗ പ്രാർത്ഥനയൊക്കെ ചെറിയൊരു കുടുംബമല്ല ഇന്ന്, അത് വലിയൊരു കുടുംബമാണ്. ഒരു കടൽ പോലെ ഒരു വലിയ കുടുംബമാണിത്. മിക്ക ആളുകളും കാണുമ്പോൾ പറയും, ഞങ്ങളുടെ രാവിലെ വചനം കേട്ട് ആരംഭിക്കുന്നത്, ഞങ്ങളുടെ ഓരോ ദിവസവും അങ്ങനെയാണ്. ചിലർ പറയും, നിങ്ങളെ കണ്ടോണ്ടാ ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത്, നിങ്ങളുടെ ശബ്ദം കേട്ടോണ്ടാ എഴുന്നേൽക്കുന്നത്. അതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ഒരു നിമിത്തവും ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗവും മാത്രമാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ മാതാപിതാക്കൾ, കുടുംബം, അവരുടെ യാത്ര, ആരോഗ്യം, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു അനുഗ്രഹമാകട്ടെ. കേൾക്കാം നമുക്ക് ഇന്നത്തെ വചനം. സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായം 11-ാമത്തെ വാക്യം. സങ്കീർത്തനം 16-ാം അധ്യായം 11-ാമത്തെ വാക്യം. അങ്ങെനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങെനിക്ക് ജീവന്റെ മാർഗം, വഴി കാണിച്ചു തരുന്നു. ദൈവവചനത്തിലൂടെ ദൈവം എനിക്കും നിങ്ങൾക്കും കാണിച്ചു തരുന്നത് ജീവന്റെ മാർഗമാണ്. ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്ത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. 2 വാക്കാണ്, ആനന്ദം, സന്തോഷം. മനുഷ്യൻ, നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആനന്ദം, സന്തോഷം. നമ്മൾ ചിലപ്പോൾ ഒരു നല്ല വീട് പണിയാൻ ആഗ്രഹിക്കുന്നത് സന്തോഷമായിട്ട് ജീവിക്കാനാണ്. നല്ലൊരു വാഹനം മേടിക്കുന്നത് സന്തോഷമായിട്ട് ജീവിക്കാനാണ്. നല്ലൊരു ഭക്ഷണം കഴിക്കാൻ നമ്മൾ ആഗ്രഹിച്ച് പോകുന്നത് ഒരു സന്തോഷമൊക്കെ കിട്ടാനാണ്. എന്ത് കാര്യവും നമ്മൾ ആലോചിച്ച് ചെയ്യുന്നത് ഒരു ദുഃഖം ഉണ്ടാകാനൊന്നും അല്ലല്ലോ. ആനന്ദം ഉണ്ടാകണം, സന്തോഷത്തോടെ ഇരിക്കണം, അതിനു വേണ്ടിയാണ്. ചില വഴക്കുകൾ പോലും ഉണ്ടാക്കുന്നത് അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടാണ്. സന്തോഷം, ആനന്ദം. ഇന്ന് ഒത്തിരി കുറവുള്ളതും ഈ 2 കാര്യങ്ങൾക്കാണ്. ഈ 2 കാര്യങ്ങൾക്ക് ഒത്തിരി കുറവുണ്ട്. ഒത്തിരി പേർ മനസ്സിൽ നിരാശയാണ്. മനസ്സിനൊട്ടും സമാധാനമില്ല, സന്തോഷമില്ല. എന്നാൽ ഇത് എവിടെ ഉണ്ട്? ദൈവവചനം പറയുക, അങ്ങയുടെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്ത് കൈയിൽ ശാശ്വതമായ സന്തോഷം. എന്താണ് ഈ ശാശ്വതം? നിലനിൽക്കുന്ന സന്തോഷം, നിലനിൽക്കുന്ന സമാധാനം. നമുക്കൊക്കെ താൽക്കാലികമായി ഈ സന്തോഷം അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടും. നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ കുറച്ചു നേരം ഒരു സന്തോഷമൊക്കെ ഉണ്ട്. നല്ലൊരു കാറിൽ, നല്ല വില കൂടിയൊരു കാറിൽ യാത്ര ചെയ്താൽ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. നല്ലൊരു കട്ടിലെ കിടന്നുറങ്ങിയ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. നമുക്കിഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ, നമുക്കിഷ്ടപ്പെട്ട ആഭരണം ധരിക്കുമ്പോൾ നമുക്കൊരു കുറച്ചു നേരം സന്തോഷമുണ്ട്. പക്ഷെ ആ സന്തോഷമൊക്കെ പെട്ടെന്ന് പോവും. ഇവിടെ ഈ 2 സന്തോഷത്തിനും ആനന്ദത്തിനും പ്രത്യേകതയുണ്ട്. അത് ശാശ്വതമായ സന്തോഷമാണ്. പെട്ടെന്ന് പോവുകയും വരികയും ചെയ്യുന്ന ഒന്നല്ല, നിലനിൽക്കുന്നതാണ്. നിലനിൽക്കുന്ന സമാധാനം, നിലനിൽക്കുന്ന ആനന്ദം. അത് ദൈവത്തിൻ്റെ വലത് കൈയിലുണ്ട്, ദൈവത്തിൻ്റെ സന്നദ്ധിയിലുണ്ട്. ബാക്കി ലോകത്തിന് തരാൻ കഴിയുന്ന സന്തോഷത്തിനും ആനന്ദത്തിനൊക്കെ പരിധികളുണ്ട്. കുറച്ചൊക്കെ തരാൻ പറ്റും.
എന്നാൽ ദൈവവചനത്തിലൂടെ ഒരാൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ വ്യക്തിയിൽ നിറയുന്നത് ആനന്ദമാണ്. ആ കുടുംബത്തിൽ നിറയുന്നത് സന്തോഷമാണ്. ആനന്ദവും സന്തോഷവും. നമ്മൾ ചില വീടുകളിൽ പോകുമ്പോൾ പറയില്ലേ, എന്ത് സന്തോഷമുള്ള ആൾക്കാരാ, എന്ത് ആനന്ദമാ വീട്ടിൽ. മനുഷ്യൻ കൊതിക്കുന്ന രണ്ട് കാര്യമാണ്. ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ ഒന്ന് ജീവിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ. ഒത്തിരി പേര് കൊതിക്കും ഒരു ദിവസം ഒന്ന് ആനന്ദത്തോടെ ഒന്ന് ഇരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. സന്തോഷവും ആനന്ദവും പറയാൻ എളുപ്പമാണ്, പല മനുഷ്യരിലും ഇല്ല. ആനന്ദം കുറയുവാണ്, സന്തോഷം കുറയുക. അത് തേടി അലയുന്ന മനുഷ്യരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്പം സന്തോഷം ആഗ്രഹിക്കുന്ന ഒരാളാണോ? നിങ്ങൾ അല്പം ആനന്ദം ആഗ്രഹിക്കുന്ന ആളാണോ? ദൈവ സാന്നിധ്യത്തിൽ ആനന്ദമുണ്ട്. ദൈവത്തിൻ്റെ വലത്ത് കൈയിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അല്ലെങ്കിൽ നിലനിൽക്കുന്ന ശാശ്വതമായ സമാധാനം, ശാശ്വതമായ സന്തോഷം ദൈവസന്നിധിയിലുണ്ട്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിലും വേണം, നമ്മുടെ കുടുംബത്തിൽ വേണം, സമൂഹത്തിൽ വേണം, തലമുറകളിൽ വേണം. ചിലപ്പോൾ ചില അപ്പനും അമ്മയൊക്കെ പറയും, എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഒരു സന്തോഷമില്ല, അവർ തമ്മിൽ ഒരു സമാധാനമില്ല. എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മളിരുന്ന് പ്രാർത്ഥിക്കും. ഇപ്പം ചില ആൾക്കാർ ഫോൺ വിളിച്ച് പറയില്ലേ, അമ്മേ ഞങ്ങൾ ഇന്ന രാജ്യത്താണ്, ഞങ്ങൾ ഇന്ന നാട്ടിലാണ്, ഞാൻ അങ്ങോട്ട് പോരുവാകട്ടോ, എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. ജോലി ചെയ്യുന്ന ആളുകൾ പറയില്ലേ, ഈ ജോലി എനിക്ക് തുടരാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. ചില പ്രായമായ അപ്പച്ചനോ അമ്മയോ ഒക്കെ വീട്ടിലൊക്കെ ഇരിക്കുമ്പം അവർക്ക് പറയാൻ ആരുമില്ല, സന്തോഷം ഒരു സങ്കടം പറയാൻ ആരുമില്ല. അവർ ചിലപ്പം വരുന്നവരോട് പറയും, വലിയ വീടൊക്കെ ഉണ്ടല്ലോ, ഒരു സന്തോഷമില്ല, വലിയ വാഹനമൊക്കെ ഉണ്ടല്ലോ, ഒരു സമാധാനമില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി ഏറ്റവും പ്രായമുള്ള ഒരാൾ വരെ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒന്നാ സമാധാനവും ആനന്ദവും, സമാധാനവും സന്തോഷവും ഇല്ലേ? ഇന്ന് പ്രാർത്ഥിക്കട്ടെ, ഈ വചനത്തിലൂടെ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിലുള്ള സന്തോഷവും സമാധാനവും ഇവർക്ക് കൊടുക്കണമേ. കർത്താവ്, ഇത് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്, ഒരു ആനന്ദമുണ്ട്. വാക്ക് തന്നെ എത്ര പോസിറ്റീവാ. ആനന്ദം, സന്തോഷം, സമാധാനം, ഇതെല്ലാം ദൈവസന്നിധിയിലാണ് ഉള്ളത്, ദൈവസാന്നിധ്യത്തിലാണ് ഉള്ളത്. ദൈവം നൽകുന്ന അനുഗ്രഹമാണ് സന്തോഷം, സമാധാനം, ആനന്ദം. ഒരുപക്ഷെ ഈ ആലയത്തിലേക്ക് വരുന്നവർ പറയും, ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറയും, ഡെയിലി ബ്ലെസ്സിങ് എന്ന ഈ വചനം കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്, ഒരു സന്തോഷമുണ്ട്. അത് ദൈവം കൊടുക്കുന്നതാണ്. അത് നമ്മളൊരു ഭരണിയിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഒന്നല്ല, അത് ദൈവവചനത്തിലൂടെ ദൈവം കൊടുക്കുന്ന ഒന്നാ സന്തോഷം, സമാധാനം. നിങ്ങളിൽ അതുണ്ടാകട്ടെ, നിങ്ങളുടെ ഭവനത്തിനകത്ത് അതുണ്ടാകട്ടെ, നിങ്ങളുടെ റൂമിൽ അതുണ്ടാകട്ടെ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആ സ്ഥലത്ത് അതുണ്ടാകട്ടെ, നിങ്ങളുടെ കിച്ചണിൽ അതുണ്ടാകട്ടെ, നിങ്ങളുടെ തിണ്ണയിൽ അതുണ്ടാകട്ടെ, നിങ്ങളുടെ ഓരോ റൂമിലും നിങ്ങളുടെ ആ പരിസരങ്ങളിലെല്ലാം ദൈവീകമായ സന്തോഷവും സമാധാനവും ആനന്ദം ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വിദൂര രാജ്യങ്ങളിലാണോ? അവരവിടുന്ന് സങ്കടമാണോ പറയുന്നത്? നിങ്ങളെ ഫോൺ വിളിച്ചപ്പോൾ പറയുന്നത് ഞങ്ങൾ തമ്മിലൊരു സന്തോഷമില്ലെന്നാണോ? നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചേ, ഈ വചനം അയച്ചു കൊടുത്തിട്ട് പറ, ഈ വചനം നിങ്ങളൊന്ന് കേൾക്ക്. ഒരു സന്തോഷം ദൈവം തരും, ഒരു സമാധാനം ദൈവം തരും, ഒരു ആനന്ദം നിങ്ങൾ അനുഭവിക്കും. ശരീരത്തിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം ഒക്കെ ഈ സന്തോഷം സമാധാനത്തെയൊക്കെ ആശ്രയിച്ചായിരിക്കുന്നത്. ചിലർക്ക് പുറമേ നല്ല ശരീരമുണ്ട്, നല്ല വാഹനമുണ്ട്, ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷേ ഒറ്റപ്പെട്ടു പോയവരാണ്. ചിലർ രോഗികളാണ്, ചിലർ പിണക്കത്തിലാണ്. അപ്പോൾ അവരുടെ സന്തോഷം മുഴുവൻ പോയി, സമാധാനം മുഴുവൻ പോയി. അവർ വിളിക്കുമെന്നോർക്കുന്ന ചിലർ വിളിക്കുന്നു പോലുമില്ല. അന്വേഷിക്കുമായിരിക്കും എന്ന് ചിന്തിക്കുന്നവർ അന്വേഷിക്കുന്നു പോലുമില്ല. ഒരു പരിചയം പോലും കാണിക്കുന്നില്ല. ചിലരൊക്കെ നമ്മളെ കാണുമ്പോൾ പൊട്ടിച്ചിരിക്കുമെങ്കിലും അകമേ കുന്തം കൊണ്ട് കുത്തിയ വേദനയായിട്ടാണ് നടക്കുന്നത്. കത്തി കൊണ്ട് ശരീരം മുറിച്ചാലുണ്ടാകുന്നതിനേക്കാൾ വേദനയായിട്ടാണ് മനസ്സിൽ അവർ കൊണ്ടു നടക്കുന്നത്. ഒരു സമാധാനമില്ല. ചിരിച്ചും കളിച്ചുമൊക്കെ അങ്ങനെ പോകുന്നുവെന്ന് മാത്രം, ഇല്ലേ? സമാധാനമില്ല. പക്ഷെ പ്രാർത്ഥിക്കുക, സമാധാനം ദൈവം കൊണ്ടുവരും.
സ്വസ്ഥത ദൈവം തരും, ആനന്ദം ദൈവം തരും. കർത്താവേ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇതൊക്കെ വേണം. സന്തോഷം വേണം, സമാധാനം വേണം, ആനന്ദം വേണം. അതിനു വേണ്ടിയാ ഞങ്ങൾ ഈ വചനത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാരണം, ഇച്ചിരി സന്തോഷം. കർത്താവ്, ഈ വചനം കേട്ട ഓരോ വ്യക്തികളെ, കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇന്ന് വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും അതിൽ പങ്കെടുക്കുന്നുണ്ടോ? ആ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തോ? ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങളും അനുഗ്രഹങ്ങളും അതിലൂടെ കിട്ടുന്നുണ്ട്. 10-15 മിനിറ്റുള്ളൂ നിങ്ങളുടെ സമയത്ത്. അതൊന്ന് കണ്ട് പ്രാർത്ഥിച്ചോളുക. സാധ്യമായവർക്കൊക്കെ അത് അനുഗ്രഹമാകും. കർത്താവ് ഇന്ന് കേട്ട വചനത്തിലൂടെ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണങ്ങൾ, ചതി, വഞ്ചന, നിരാശ എല്ലാം മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. നിലനിൽക്കുന്ന ഐശ്വര്യം ദൈവം തരട്ടെ. നിലനിൽക്കുന്ന ഐശ്വര്യം ദൈവം തരട്ടെ. ദൈവികമായ ഇടപെടൽ നിങ്ങൾ അനുഭവിക്കട്ടെ. ദൈവികമായ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കട്ടെ. ഒരു ദോഷവും വരിയല, ഒരു തിന്മയും വരിയല, ഒരു അനർത്ഥവും വരിയല. ആ പ്രശ്നങ്ങൾ മാറും, ആ പ്രതിസന്ധികൾ മാറും, ആ വഴക്കുകൾ മാറും, ആ പിണക്കുകൾ മാറും, ആ നഷ്ടങ്ങൾ മാറും. എന്നിട്ടോ സമാധാനവും സന്തോഷവും ആനന്ദവും നിങ്ങൾ കരസ്ഥമാക്കും. സങ്കീർത്തനം 16:11 നിങ്ങൾ അനുഭവിക്കും. സങ്കീർത്തനം 16:11 ആനന്ദത്തിൻ്റെ പൂർണ്ണത നിങ്ങൾ അനുഭവിക്കും. ശാശ്വതമായ സന്തോഷം നിലനിൽക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. എല്ലാവർക്കും ആവശ്യമായ ഒരു വചനവും പ്രാർത്ഥനയൊക്കെയാണ്. സ്വാർത്ഥതയില്ലാതെ, അസൂയയില്ലാതെ നമുക്കെല്ലാവർക്കും ഈ വചനമൊക്കെ എത്തിക്കാം. സാധിക്കുന്നവരും പറ്റുന്നവരൊക്കെ കാണട്ടെ. ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ അല്പം പ്രത്യാശയുണ്ടായെങ്കിൽ അതൊരു അനുഗ്രഹമല്ലേ? നമ്മളിലൂടെ ഒരാൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു സമ്പത്താണ്. നമ്മളിലൂടെ ഒരാൾ സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുന്നെങ്കിൽ അതൊരു സമ്പത്താണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണാം. നാളെ വെള്ളിയാഴ്ചയാണ്. ശുശ്രൂഷകൾ അനുഗ്രഹമാകുന്ന ദിവസമാണ്. ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. സാധ്യമായ എല്ലാവരും ഒരുമിച്ച് വരിക. നാളെയും ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ഇടയാകട്ടെ. ദൈവം നമ്മുടെ ഉള്ളം കയ്യിൽ എന്ന പോലെ പരിപാലിക്കട്ടെ.